പ്രേക്ഷകരുമായി നേരിട്ട് സംവദിക്കുന്നതിന് സിനിമയോളം സ്വീകാര്യത ലോകത്ത് മറ്റൊരു മാധ്യമത്തിനുമില്ല. ആഘോഷത്തിന്റെ ആളും ആരവവും ഒക്കെ സിനിമയുടെയും ആസ്വാദകരുടെയും രൂപത്തിൽ 28ാം തവണയും അനന്തപുരിയിൽ സമ്മേളിക്കുമ്പോൾ ആസ്വാദനക്ഷമതയിലും നിർമ്മാണ ശൈലിയിലും ലോക സിനിമയും IFFKയും മലയാള സിനിമയിൽ എത്രത്തോളം സ്വാധീനം ചെലുത്തുന്നു എന്നതിനെ പറ്റിയുള്ള ഒരു യാത്രയാണിത്. ചലച്ചിത്രമേളയുടെ രൂപത്തിൽ ലോക സിനിമ ഒരിടത്ത് സമ്മേളിക്കുമ്പോൾ അത് ഏതളവിൽ, എപ്രകാരം, എങ്ങനെ നമ്മുടെ സിനിമാ പ്രവർത്തകരിലും സിനിമയിലും സാമൂഹിക അന്തരീക്ഷത്തിലും മാറ്റങ്ങൾക്ക് വഴിയൊരുക്കുന്നു എന്ന ചോദ്യത്തിനും പ്രസക്തിയുണ്ട്. നമ്മുടെ IFFKയുടെ ഒരു ഇമ്പാക്റ്റ് നമ്മുടെ യുവ ഫിലിം മേക്കേഴ്സിന് മാത്രമല്ല, പുതിയ തലമുറ ഫിലിം എന്തൂസിയാസ്റ്റുകളിലും സിനിമ കാണുന്നവരും അപ്രീഷിയേറ്റ് ചെയ്യുന്നവരും അവരിലെല്ലാം ഉണ്ടാക്കിയ മാറ്റമാണ്. കഴിഞ്ഞൊരു 10 വർഷമായിട്ട് മലയാള സിനിമയിൽ ഉണ്ടായിട്ടുള്ള, അത് ലോക സിനിമയിലെ മാറ്റങ്ങളുടെ ഭാഗം തന്നെയാണ്, അതല്ല എന്ന് പറയല്ല. പക്ഷേ എന്നാലും കുറേയും കൂടി ഒരു പ്രകടമായിട്ടുള്ള, കുറേയും കൂടി ഒരു ആക്സലറേറ്റഡ് ആയിട്ടൊരു ചേഞ്ച് മലയാള സിനിമയിൽ കണ്ടതിൻ്റെ ഒരു പ്രധാന കാരണം IFFKയിലുള്ള യുവാക്കളുടെ പാർട്ടിസിപ്പേഷനാണ് എന്നുള്ളത് എനിക്ക് സംശയമില്ല. കാരണം ഇപ്പോഴത്തെ ഈ പുതിയ ഫിലിം മേക്കേഴ്സ്, പുതിയ ബഞ്ച് ഓഫ് ഫിലിം മേക്കേഴ്സിലെ മിക്ക ആളുകളെയും ഞാനൊരു 6 or 8 വർഷം മുമ്പ് ഈ സിനിമ കാണാനുള്ള ക്യൂവിൽ നിന്ന് ആ എന്തൂസിയാസം തലയ്ക്ക് പിടിച്ച മനുഷ്യനാണ്. സോ സിനിമ എന്നുള്ളതിൻ്റെ മാധ്യമത്തിൻ്റെ ശക്തിയും അതിൻ്റെ കലാപരമായിട്ടുള്ള സാധ്യതകളും അതോടൊപ്പം തന്നെ അതെങ്ങനെ ഒരു നല്ല ഒരു മാർക്കറ്റിംഗ് സ്കീമിലൂടെ അത് അവതരിപ്പിക്കാം എന്നുള്ള ചിന്തയൊക്കെ അവർക്ക് ഉണ്ടായത് ഈ ഒരു പൊതുവേ ഉണ്ടായിട്ടുള്ള ഓളത്തിൻ്റെ കൂടെയാണ്. ഒരു മാറ്റവും ഒറ്റയ്ക്ക് സംഭവിക്കുന്നതല്ലോ, ഇറ്റ്സ് എ ഗ്ലോബൽ ഫിനോമിനൻ. ഈ കോവിഡ് വന്നു, അതിനുശേഷം നമ്മുടെ OTTകൾ ധാരാളം വന്നു, ആളുകൾക്ക് ലോക സിനിമകൾ നേരിട്ട് കാണാനുള്ള അവസരം വന്നു, സിനിമയല്ലാതെയുള്ള സീരീസിൻ്റെ ഫോർമാറ്റുകൾ, മറ്റ് ഫോർമാറ്റുകളെല്ലാം അവർക്ക് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള അവസരം കിട്ടി. അതൊക്കെ കൊണ്ടുകൂടി ഉണ്ടായിട്ടുള്ളൊരു ചേഞ്ചാണ്. പക്ഷേ എന്നാലും IFFKയുടെ ഒരു കോൺട്രിബ്യൂഷൻ ഈ കാര്യത്തിൽ പ്രഥമവും ഏറ്റവും പ്രധാനപ്പെട്ടതുമാണ്. രാജ്യാന്തര സിനിമകളെ നമ്മുടെ സിനിമകളുമായി ചേർത്ത് വെച്ച് കാണാനുള്ള അവസരമാണല്ലോ ഇത്തരം ഫെസ്റ്റിവലുകൾ. ഇതിലൂടെ ആർജിക്കുന്ന അറിവും തിരിച്ചറിവും താരതമ്യം ചെയ്ത് മലയാള സിനിമയും ഇന്ത്യൻ സിനിമയും ഇപ്പോൾ എവിടെ എത്തി നിൽക്കുന്നു എന്ന സ്വയം ബോധ്യത്തിനുള്ള അവസരമാണ് IFFK. കേരളത്തിൻ്റെ ഇത് പറയുകയാണെങ്കിൽ ഒരുപാട് പുതിയ യൂത്തിൽ, അതായത് നവാഗത സംവിധായകരുണ്ടായി, ടെക്നീഷ്യൻസ് ഉണ്ടായി. ഇതിനൊക്കെ ഒരു ഇൻസ്പിറേഷനാണ്. ഇറ്റ് ഈസ് പോസിബിൾ, ആൻഡ് ഓൾസോ ലുക്ക് അറ്റ് ദ കണ്ടന്റ്. കേരളത്തിലെ കണ്ടന്റ് ഒരിക്കലും ഇന്ത്യൻ സിനിമയിൽ ഒരിടത്തും ഇല്ല. ദ കൈൻഡ് ഓഫ് സ്റ്റോറീസ്, നമ്മൾ പറയുന്ന കഥകൾ ഇന്ത്യൻ സിനിമയിൽ ഇല്ല. നമ്മൾ എടുക്കുന്ന കാൽവയ്പ്പുകളുടെ അത്രയും ധൈര്യത്തോടെ സിനിമയിൽ കാൽവയ്പ്പുകൾ എടുക്കാൻ ഇന്ത്യൻ സിനിമയിൽ ആരും എടുക്കുന്നില്ല. ദാറ്റ് ഇറ്റ് സെൽഫ് ഷോസ് ഈ കൈൻഡ് ഓഫ് ഫിലിം ഫെസ്റ്റിവൽ. നമ്മുടെ കേരളത്തിൻ്റെ ഒരു മണ്ണ് സിനിമയ്ക്കും ഏത് കലയ്ക്കും വളരാൻ പറ്റുന്നൊരു മണ്ണാണ്. പുതിയ ചിന്തകളെ ആരും കടിഞ്ഞാണിടില്ല, പുതിയ അഭിപ്രായങ്ങളെ കടിഞ്ഞാണിടില്ല. അത്രയും നല്ല ഒരു ഇൻസ്പിറേഷനും എക്സ്പോഷറും ആണ് കിട്ടുന്നത് എല്ലാ ഫിലിം ഫെസ്റ്റിവലിനും. ഈ 28th ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരള എന്ന് പറയുമ്പോൾ ഇന്ത്യയിലെ എല്ലാ ഫിലിം ഫെസ്റ്റിവൽ എടുത്താലും ഒരു മുടക്കം കൂടാതെ തുടങ്ങിയ അന്ന് മുതൽ 28ാമത്തെ ഫെസ്റ്റിവൽ വരെ ഒരു പ്രാവശ്യം പോലും നമ്മൾ നടത്താതിരുന്നിട്ടില്ല. ഗോവ ഫെസ്റ്റിവൽ പോലും 2 പ്രാവശ്യം മുടങ്ങി. സോ ദിസ് ഈസ് വൺ ഓഫ് ദ ഫിലിം ഫെസ്റ്റിവൽ, ഇന്റർനാഷണൽ എന്ന് മാത്രമല്ല ദ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യ എന്ന് പറയാം. വി നീഡ് ടു റീച്ച് ദാറ്റ് പോയിന്റ് ദാറ്റ് ഫിലിം ലവേഴ്സ്, ഫിലിം എന്തൂസിയാസ്റ്റ്, ഫിലിം പാഷനേറ്റ് ആയിട്ടുള്ളവർ IFFK എന്ന് കേട്ടാൽ ദാറ്റ്സ് എ പ്ലേസ് ഐ വോണ്ട് ടു ബി എന്ന് പറയുന്ന ലെവലിലേക്ക് നമ്മൾ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അത് തന്നെയുള്ളൊരു ആൻസർ അല്ലേ ഫിലിം ഫെസ്റ്റിവൽ എത്ര ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത്. കഴിഞ്ഞ 27 രാജ്യാന്തര മേളകളുടെ സ്വാധീനം കൊണ്ട് കേരളത്തിൽ ഉണ്ടായ സിനിമാ പ്രവർത്തകർ
പുതിയ സിനിമകൾ ഒക്കെ വിലയിരുത്തപ്പെടണം. സിനിമ പ്രേമി ആയിരുന്ന സമയത്തും സിനിമാക്കാരനായതിനു ശേഷം ഇപ്പോൾ നമ്മളിവിടെ സിനിമ കാണാൻ ഞാൻ വന്നിരിക്കുന്നത് ലോകത്ത് എന്ത് നടക്കുന്നു, സിനിമയിൽ എന്ത് നടക്കുന്നു എന്നറിയാൻ തന്നെയാണ്. അത് വലിയൊരു പഠനം തന്നെയാണ്. നമ്മുടെ കാഴ്ചപ്പാടിൽ ഇനിയും മാറും. ഇപ്പം IFFK ഒരുപാട് ഫിലിം മേക്കേഴ്സിന് വരെ കേരളത്തിലുണ്ടാക്കുന്നത്. ഇപ്പം ഞാൻ തടവ് എന്ന് പറഞ്ഞൊരു സിനിമ കണ്ടിട്ട് വരിക, അതിമനോഹരമായ സിനിമയാണ്. അപ്പം എനിക്ക് തോന്നുന്നത് ഞാൻ മലയാള സിനിമ ടുഡേയിലേക്ക് ഫോക്കസ് ചെയ്യുന്നത് പോലും കിടിലം പരിപാടികൾ നമുക്കിവിടെ നടക്കുന്നുണ്ട്. ലോക സിനിമയിലുള്ളതുപോലെ തന്നെ അതിനോട് മത്സരിക്കുന്ന അല്ലെങ്കിൽ അതേപോലെ അതിനും മേലെ നിൽക്കുന്ന എന്നൊക്കെ എനിക്ക് തോന്നുന്ന പല സിനിമകളും കാണാൻ പറ്റും. അപ്പോൾ അതാണ് ഈ മേള എന്ന് ഉദ്ദേശിക്കുന്നത്. അതൊക്കെ ഈ ഒരു ചലച്ചിത്രമേള കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? കാഴ്ചക്കാർക്കുള്ള ഒരു കാഴ്ചക്കാരെ സാറ്റിസ്ഫൈ ചെയ്യുന്നതിനോടൊപ്പം ഫിലിം മേക്കേഴ്സിനെ ഉണ്ടാക്കുന്നുണ്ട് ഈ മേള, മലയാളത്തിൽ നിന്ന് കേരളത്തിൽ നിന്ന്. അത് ഭയങ്കര സംഭവമാണത്. ആദ്യകാല സിനിമാ സൊസൈറ്റികൾ സമ്മാനിച്ച അറിവുകൾ വളർത്തിയെടുത്ത എത്രയോ ചലച്ചിത്ര പ്രവർത്തകരുണ്ട് നമ്മുടെ നാട്ടിൽ. അതിലുമേറെ അവസരങ്ങളാണ് ഇത്തരം രാജ്യാന്തരമേളകൾ ഒരുക്കുന്നത്. ചലച്ചിത്രകലയെ പറ്റി സംസാരിക്കുമ്പോൾ ഇന്ത്യയിൽ ഇൻ്റർനാഷണലി ഒരു ഫെസ്റ്റിവൽ ആരംഭിക്കുന്നത് 28 വർഷം മുമ്പ് കേരളത്തിലാണ്. ആദ്യത്തെ ഫിലിം ഫെസ്റ്റിവലാണ് ഇൻ്റർനാഷണലി അറ്റൻഷൻ കിട്ടിയിട്ടുള്ളത്. ഫെസ്റ്റിവൽസ്, there are many festivals around the world, festivals in India. പക്ഷേ അതൊരു ഫിലിം ഫെസ്റ്റിവൽ എന്നുള്ള രീതിയിൽ ഡെവലപ്പ് ചെയ്തത് നാഷണലി ആൻഡ് ഇൻ്റർനാഷണലി റെക്കഗ്നിഷൻ കിട്ടിയിട്ടുള്ളത് IFFK മാത്രമാണ്. അതിനുശേഷമാണ് മറ്റുള്ള ഫെസ്റ്റിവലുകളൊക്കെ ഗോവയിലായാലും പൂനെയിലായാലും മുംബൈയിലായാലും നമ്മൾ ധർമ്മശാലയിലായാലും ഒറിജിനേറ്റ് ചെയ്ത് വി ബിക്കം എ മോഡൽ. IFFK കേരളത്തിലെ ഫിലിം ഫെസ്റ്റിവൽ ഒരു മോഡലായിട്ട് എന്നും നിലനിന്നിട്ടുണ്ട്. ഐ എം സോ പ്രൗഡ് ദാറ്റ് ഐ എം എ Keralite who watched these kind of development of cultural development through film and the serious films from around the world. ലോക സിനിമയുടെയും സിനിമാ പ്രവർത്തകരുടെയും സംഗമവേദിയാകുന്ന IFFK പഠനവും പരിശീലന കളരിയുമായി മാറിയില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ. ഇത്തരം മേളകളിലൂടെയാണ് ഞാൻ ഈ രംഗത്തെത്തിയത് എന്ന പ്രമുഖരുടെ തുറന്നു പറച്ചിലുകളും കൂടിയാകുന്നിടത്താണ് മേളയുടെ പ്രസക്തിയും അനിവാര്യതയും വർദ്ധിക്കുന്നത്. അതെ, സിനിമകളെല്ലാം എല്ലാ കാലവും ജനങ്ങളെ സ്വാധീനിക്കുന്നുള്ളത് നമ്മൾ തെളിഞ്ഞിട്ടുള്ള കാര്യമാണ്. ഒരു പക്ഷേ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ചാന്തുപൊട്ടുള്ള സിനിമ ഞാനടങ്ങുന്ന കമ്മ്യൂണിറ്റിക്ക് എത്രത്തോളം സ്വാധീനം ചെലുത്തി, അല്ലെങ്കിൽ ഞാനടക്കമുള്ള ആൾക്കാർ ഒരു പക്ഷേ ആത്മഹത്യയുടെ വക്കിലെത്തിയിട്ടുള്ള ഒരു സിനിമ കൂടിയാണ് ചാന്തുപൊട്ടുന്ന സിനിമ. കാരണം ആ ഇടത്ത് നിന്ന് സിനിമകൾ സ്വാധീനിച്ച് തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോയിട്ടുള്ളത്. ഇനി വരുന്ന കാലഘട്ടത്തിലും ഒരു പക്ഷേ ചില വിഷയങ്ങൾ സിനിമയിലൂടെ പറഞ്ഞാൽ തന്നെ സമൂഹത്തെ ബോധവൽക്കരിക്കാൻ സാധിക്കുമെന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട്. അത് പക്ഷേ ഈ കാതലിലൂടെയോ അല്ലെങ്കിൽ ഇപ്പം മൂത്തു എന്ന സിനിമയോ അല്ലെങ്കിൽ അങ്ങനത്തെ സിനിമകളിലൂടെ സമൂഹത്തിൽ കുറച്ചും കൂടി മാറ്റം സംഭവിക്കാൻ കാരണമാകുന്നുണ്ടോ സന്തോഷം കൂടിയുണ്ട്. അത് എത്രത്തോളം പ്രായോഗികമാണെന്നുള്ളത് എനിക്കറിയില്ല. കാരണം ഭയങ്കര ഗ്രാസ് റൂട്ട് ലെവലിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇനിയും വലിയ രീതിയിൽ തന്നെ അത് മാറേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പം ഇതൊരു തുടക്കമായിട്ട് കാണുന്നു. ഇനിയും പുതിയ സിനിമകൾ, പുതിയ ആശയങ്ങൾ, വ്യത്യസ്തമായ ഭാവങ്ങളിലൂടെ മറ്റ് പ്രമുഖ നടന്മാർ വരട്ടെ എന്നുള്ള ആഗ്രഹമുണ്ട്. അപ്പോൾ അത് ഭാവിയിൽ എന്തായാലും ഉറപ്പായിട്ടുണ്ടാകും. OTT റിലീസുകളുടെ കാലഘട്ടത്തിൽ കിതച്ചു കടന്നു പോകുന്ന സിനിമാ തിയേറ്റർ അനുഭവങ്ങളുടെ ഇക്കാലത്ത് നിറഞ്ഞ സദസ്സുകളിലൂടെ അനുഭവവേദ്യമാകുന്ന ആസ്വാദ്യതയും OTT ആസ്വാദ്യതയും സമ്മാനിക്കുന്ന നേരറിവുകൾ നുകരാനുള്ള അവസരം കൂടിയാണ് ഇത്തരം ഫെസ്റ്റിവലുകൾ. അതിനൂതന സാങ്കേതിക വിദ്യയിലൂടെ പിറവിയെടുത്ത ഇന്നിന്റെ സിനിമയ്ക്കും രാജ്യത്തെ ആദ്യകാല സിനിമകൾക്കും അതിൻ്റെതായ വ്യാകരണങ്ങളുണ്ട്. മാറ്റത്തിന്റെ പടവുകൾ കയറുന്ന മലയാള സിനിമ അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്നു എന്നതും സത്യം.
ക്യാമറാമാൻ ചന്ദ്രൻ ആര്യനാടിനൊപ്പം ശ്രുതി, ഇന്ത്യ ടുഡേ.